മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്കു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ. ഭക്തരെ, ചെടികളിൽ ചിലത് ഔഷധമാണ്, ചിലത് ലഹരിയാണ്, ചിലത് വിഷമാണ്. മനുഷ്യരിലുമുണ്ട് ഇതുപോലെ കുറേ പേർ. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം. ഭക്തരെ, മെഴുകുതിരി പോലെയാണ് പലരുടെയും ജീവിതം. ദൂരത്ത് നിന്ന് നോക്കിയാൽ പ്രകാശം മാത്രമേ കാണൂ. അടുത്തു ചെന്ന് നോക്കിയാൽ സ്വയം ഉരുകുന്നത് കാണാം. ഒരു പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വയം നിശബ്ദനാകുന്നു. അത് അവൻ്റെ അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് വേദനിച്ച അവൻ്റെ മനസ്സിൻ്റെ തീരുമാനമാണ്. നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അതറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹമുള്ളത്. എത്ര കിട്ടിയാലും നമ്മളൊന്നും പഠിക്കില്ല. എത്ര മുറിവേൽപ്പിച്ചാലും നമ്മളത് മറക്കും. വീണ്ടും കുത്തിമുറിക്കാൻ അവർക്ക് മുന്നിൽ നിന്നു കൊടുക്കും. ഭക്തരെ, നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത്. ചിലതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റു ചിലതൊക്കെ നിങ്ങളെ തേടിയെത്തിയേക്കാം. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നിങ്ങളെ വേദനിപ്പിക്കും. നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്കു മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല. സൗന്ദര്യത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. കൂടെ ഉള്ളവരെല്ലാം സ്വന്തമാണെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത്. വെറുപ്പും വിദ്വേഷവും കലഹം സൃഷ്ടിക്കുന്നു. സ്നേഹവും കരുണയും എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. ഏറ്റവും നല്ല ആയുധം ക്ഷമയും ഏറ്റവും നല്ല പ്രതികാരം മൗനവും ആകുന്നു. നിങ്ങളെ മറന്നവരെ നിങ്ങളായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കരുത്. അവർക്ക് നിങ്ങളെ വേണമെങ്കിൽ അവരായിട്ട് തന്നെ വരും. സ്വന്തമായി നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാകും. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. നമ്മുടെ ആദർശങ്ങൾ മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതില്ല. ഭക്തരെ, കരുണയുള്ള ഹൃദയത്തിൽ നിന്നു മാത്രമേ കരുണയുള്ള വാക്കുകൾ വരികയുള്ളൂ. നല്ലൊരു ഹൃദയമില്ലാതെ സുന്ദരമായൊരു മുഖമുണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല. വീഴുമെന്ന് ഭയപ്പെടുത്തുന്നവരെയല്ല, കൈപിടിക്കാമെന്ന് ധൈര്യം തരുന്നവരെ വേണം കൂടെ നിർത്താൻ. ഭക്തരെ, ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാകുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളിൽ അണയ്ക്കേണ്ട കനലുകൾ നിങ്ങളിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാതിരിക്കുക. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടി വരും, പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക്. നിങ്ങളുടെ ഉയർച്ച ഇഷ്ടപ്പെടാത്തവർക്ക് മുന്നിൽ അവരെക്കാൾ നന്നായി ജീവിക്കുക എന്നതാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി. വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപമുണ്ടാകും, പക്ഷേ ഒരിക്കലും അതിന്
പഴയ ഭംഗി കാണില്ല. ആരും കാണാതെ നിങ്ങൾ കരഞ്ഞതിനുള്ള മറുപടി എല്ലാവരും കാണെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. വിശ്രമമില്ലാത്ത നാവ് സമാധാനമില്ലാത്ത ജീവിതം സമ്മാനിക്കുന്നു. കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അതൊക്കെയും നിങ്ങൾക്കു നേരെയുള്ള ആയുധങ്ങളായി മാറിയേക്കാം. പിൻവാങ്ങുവാൻ സാധ്യമാകാത്ത വിധം അത് നിങ്ങളെ പൂർണ്ണമായും ദുർബലമാക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.